ഹേ ഗായ്സ്, നമസ്കാരം. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഞാനൊരു പുതിയ അധ്യായവും കൂടി തുടങ്ങുകയാണ്. അതൊരു സിനിമ മോഹി അല്ലെങ്കിൽ ആരോ എവിടേക്കോ എനിക്ക് തന്നൊരു കണക്ഷൻ ഞാൻ സിനിമയാക്കാനും അത് നിങ്ങളിലോട്ട് എത്തിക്കാനുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്ന് രണ്ട് വാക്കുകളിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് സിനിമ മൊത്തം. ദിലീപേട്ടനും മോഹൻലാലും ദുൽഖറും ഫഹദ് ഫാസിലും ഹരിസ് റേഷോനും ഇവരെല്ലാവരും അടങ്ങിയ വലിയൊരു സിനിമയാണ് എന്നെക്കൊണ്ട് എഴുതിച്ചേക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോണത്. കാലം കാത്തുവെച്ച നിധി, അതാണ് സമയം. ജീവിതത്തിൽ മനുഷ്യന് അർത്ഥമുണ്ടാക്കുന്ന നിമിഷം. ആ സമയത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നു. ആ ജീവിതാനുഭവങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ആ നിമിഷം നമ്മൾ ഓരോരുത്തരും എന്തൊക്കെയോ എവിടേക്കോ മനസ്സിലാക്കി തുടങ്ങും. അറിവ്, അന്വേഷണം, ചോദ്യം, ഉത്തരം, സ്പിരിച്വാലിറ്റി, ആസ്ട്രോളജി, കുടുംബം, പ്രണയം. ഇതാണൊരു ഇൻട്രൊഡക്ഷൻ എൻ്റെ സിനിമയുടെ. ദിലീപേട്ടന് വേണ്ടിയിട്ട് എന്നെ ആരൊക്കെയോ എവിടേക്കോ തന്നൊരു കണക്ഷനാണ്. ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട് ആളിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. കുറേ ആഗ്രഹിച്ച് പുള്ളിനെ ഞാൻ കണ്ട്. പക്ഷെ പുള്ളിയുടെ ചുറ്റുപാടുള്ള കുറേ പേര് ചേർന്ന് എന്നെ ബ്രേക്ക് ചെയ്തിട്ട് എന്നെ പുള്ളിയുടെ അരികത്തോട്ട് അടുപ്പിക്കാതെ, പുള്ളിനോടൊന്നും പറയാതെ എന്നെ ബ്ലോക്ക് ചെയ്യണം. അപ്പം എൻ്റെ ശ്രമം, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണത് ബ്ലോക്കാക്കണത് നെഗറ്റീവ് എനർജിയാണ്. ഞാൻ എത്രത്തോളം പോസിറ്റീവിൽ പോയിട്ടും അതെന്നെ അവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ കൂടെയുള്ളവർ. പക്ഷെ പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ പുള്ളി ജീവിതത്തിൽ അനുഭവിച്ച കുറേ അനുഭവങ്ങളും പുള്ളിയുടെ എക്സ്പീരിയൻസും എല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കൊരു പുതിയ ജീവിതം, ഒരു ചെറിയൊരു സമയം മാറിയേക്കണേണ് പുള്ളിയുടെ. പുള്ളി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ നാളെ ഇറങ്ങുന്ന ഒരു സിനിമയുണ്ട്. അത് ഓൾറെഡി എന്തോ റെക്കോർഡുകൾ സൃഷ്ടിച്ചും കഴിഞ്ഞ്, മനസ്സിലായ? അതായത് ബുക്കിങ്, ബബ്ബയുടെ ബുക്കിങ്ങിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറയണത്. പിന്നെ എൻ്റെ സിനിമയുടെ ഒരു വൺ ലൈൻ: വിഷൻ ഓഫ് ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഈസ് ഇൻ ഐസ്. ഓം പ്രസൻറ്റ് വിൽ കറക്റ്റ്ലി വർക്കിംഗ് ഓൺ ദ വേൾഡ് നൗ. ദിസ് ഈസ് മൈ വൺ ലൈൻ. അത് എന്നെക്കൊണ്ട് ആരോ എൻ്റെ ഉത്ബോധത്തിൽ, എൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു കണക്ഷനിൽ എനിക്ക് കൊണ്ടുപോയി തന്നിട്ട് ഞാൻ എഴുതിയതാണ് ഫുൾ സ്ക്രിപ്റ്റ്, എൻ്റെ സ്റ്റോറി ദിലീപേട്ടന് വേണ്ടിയിട്ട്. അത് എനിക്ക് ആളിലോട്ട് എത്താനായിട്ട് ഇനിയുള്ള മാർഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. എന്നെ ഫോളോ ചെയ്യണവരുണ്ട്, ഫോളോ ചെയ്യാത്തവരുണ്ട്. എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണവരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുണ്ട് കുറേ പേര്. അപ്പോൾ എൻ്റെ ഫാമിലീസ് ഉണ്ട്, എൻ്റെ വൈഫുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ഷെയർ ചെയ്യുക. നമ്മളുടെ കമൻറ്റിൽ ദിലീപേട്ടനാന്ന് മെൻഷനും കൂടി ചെയ്യുക. പുള്ളിയിലോട്ട് ഇത് എത്തുകയാണെങ്കിൽ ഭൂമിയിൽ, കേരളത്തിൽ പല മാറ്റങ്ങളും ഈ സിനിമയോടുകൂടി നടക്കും. ഈവൻ ടൂറിസം വരും, സ്പിരിച്വാലിറ്റി വരും, കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. അത് അടിപൊളിയായിട്ട് ഈ സിനിമയിലൂടെ ഒരു വിഷൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റും. ഈവൻ പിണറായി വിജയൻ വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യും, അറിയാല, മോദി സപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു ലോകം കാണേണ്ട ഒരു സിനിമയാണ്. നമ്മുടെ സിനിമ ഇറക്കുമ്പോൾ സിനിമയിൽ എന്തെങ്കിലും വേണ്ടേ? കൽക്കി സിനിമ എന്താണ്, ഭൂമി അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കുറേ പ്രശ്നങ്ങൾ നടന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാലമാണ് കൽക്കിയിലൂടെ കാണിച്ചത്. ഓരോ സിനിമയിലും ഓരോരോ കണ്ടൻറ്റുകളുണ്ട്. അപ്പം അതും കൂടി മനസ്സിലാക്കണം. എല്ലാവരും പറയും സിനിമ ഒരു സിനിമയല്ലേന്ന്. പക്ഷെ അത് റിയാലിറ്റി ആക്കി നമ്മളുടെ ലൈഫിലോട്ട്, നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലോട്ട് അതും കൂടി എത്തണം. എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് സിനിമ. പക്ഷെ ആ എൻ്റർടൈൻമെൻറ്റിൽ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ആ നല്ല കാര്യങ്ങളും കൂടി എടുത്തിട്ട് നമ്മൾ നമ്മളുടെ ലൈഫിൽ, നമ്മളുടെ കൺട്രിയിൽ, നമ്മളുടെ ഡിസ്ട്രിക്റ്റിൽ, നമ്മളുടെ പഞ്ചായത്തിലും കൂടിയൊക്കെ അത് നടത്താനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കണം.
അപ്പോഴാണ് കാര്യം വന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എല്ലാ കാര്യങ്ങളും. താങ്ക്സ്.